ഇന്ന് ഒരു പ്രത്യേക സ്ഥലത്തേക്കുള്ള യാത്രയാണ്. അതായത് ഇന്നത്തെ യാത്ര ഒരു വളരെ ശക്തിയുള്ള ഒരു ദൈവത്തിൻ്റെ നടയിലേക്കാണ്. അവിടെ ഞങ്ങൾ തുടങ്ങിയിട്ടുള്ള ഒരു സംഗീത പഠനങ്ങളും സംഗീത അധ്യാപനവുമൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ആ ദൈവം വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഒരു ദൈവമാണ്. പക്ഷെ ഇന്നും പലർക്കും അധികം അറിയാത്ത ഒരു സ്ഥലമാണ്. അതായത് സ്വന്തം പ്രദേശത്തെ ജനങ്ങളൊക്കെ വളരെ ആക്റ്റീവ് ആണെങ്കിൽ പോലും പല സ്ഥലങ്ങളിലും ഇന്നും അറിയില്ല ആ ഒരു ക്ഷേത്രത്തിനെ പറ്റി. പലർക്കും അറിയില്ല ആ ക്ഷേത്രത്തിനെ പറ്റി. അതായത് പല രോഗങ്ങൾക്കുള്ള മരുന്ന്, അതായത് എല്ലാ രോഗങ്ങൾക്കുള്ള ഒരു ഔഷധം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പാനകം വഴിപാടായിട്ട് കിട്ടുന്ന ക്ഷേത്രമാണ് ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രം. ഉഗ്രമൂർത്തിയാണ്, ക്ഷിപ്രപ്രസാദിയാണ്. മനസ്സറിഞ്ഞ് വിളിച്ചാൽ ഒന്നും കൊടുക്കണ്ട, ഭഗവാന് വഴിപാടോ ഒന്നുമല്ല, ഹൃദയം കൊടുത്തു കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്ന ഭഗവാനാണ് ഈ നരസിംഹമൂർത്തി ക്ഷേത്രം. ആ നരസിംഹമൂർത്തിയുടെ നടയിലേക്കാണ് ഇന്നത്തെ യാത്ര. ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ആ ക്ഷേത്രവും അതിൻ്റെ പരിസരങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പക്ഷെ ആ മൂർത്തി വിധാനത്തിലേക്കുള്ള ഒരു വീഡിയോ എൻ്റെ ഉണ്ടാവില്ല. എങ്കിലും ആ ക്ഷേത്രത്തിൻ്റെ പരിസരവും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, വടകര നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ പേരാമ്പ്ര റോഡിലേക്ക് വന്നു കഴിഞ്ഞാലുള്ള ഒരു ചെറിയ ടൗണാണ് തിരുവള്ളൂർ എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു ടൗണാണ്. നമ്മൾ അറിയുന്നത് പോലെയല്ല, വളരെ ചെറിയൊരു ടൗണാണ്. ഒരു സ്കൂളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ചെറിയ ടൗൺ. ആ ടൗണിൽ നിന്ന് ആയഞ്ചേരിക്കുള്ള റോഡിലേക്കാണ് നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത്. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, വളരെ ചെറിയൊരു ടൗണാണ്. അപ്പോൾ അവിടെ നിന്ന് ആയഞ്ചേരിക്കുള്ള റോഡിൽ നമ്മൾ തിരിയുമ്പോൾ ഭയങ്കര ചെറിയ ജംഗ്ഷനുകളും കുറച്ച് റഷും, ഞായറാഴ്ച ആണെങ്കിൽ പോലും കുറച്ച് റഷുള്ള ആ ഒരു ടൗണ് നമ്മൾ തിരിയുമ്പോൾ പോലും ഇത് എന്താ പറയുക, ചെറിയൊരു ടൗണാണ്. അപ്പോൾ അവിടുന്ന് ആയഞ്ചേരിക്കുള്ള റോഡിൽ ഒരു ഓൾമോസ്റ്റ് ഒരു 2.5 കിലോമീറ്റർ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ആണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്, ആ മൂർത്തി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇന്ന് യാത്ര എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും പൊറുക്കണം എൻ്റെ സംസാരത്തിൽ. അപ്പോൾ ഈ 2.5 കിലോമീറ്റർ ഇപ്പുറമുള്ള ഈ ക്ഷേത്രം, അതായത് തിരുവള്ളൂർ ടൗണിൽ നിന്ന് 2.5 കിലോമീറ്ററുള്ള ഈ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയാണിത്. ഇവിടെ ആയുർവേദിക് സെൻ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ചെറിയ ടൗണാണെങ്കിൽ പോലും ഒരുവിധം ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമുക്കൊക്കെ കിട്ടുന്ന ഒരു ടൗണാണ് തിരുവള്ളൂർ ടൗൺ. അതായത് ഒരു മെഡിക്കൽ ഷോപ്പാണെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. തിരുവള്ളൂർ നോർത്ത് LP സ്കൂൾ കഴിഞ്ഞിട്ടുള്ള ജംഗ്ഷനിലാണ് നമ്മുടെ ഈ ഇത് വരുന്നത്, ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കിട്ടുന്ന ഓൾമോസ്റ്റ് ചെറിയൊരു ടൗണാണ്. എല്ലാ കാര്യങ്ങളും മീൻസ് ഇപ്പം നമ്മളെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ സാധനങ്ങളാണെങ്കിൽ പോലും എല്ലാം കിട്ടുന്ന ഒരു ടൗണാണ് തിരുവള്ളൂർ ടൗണ്. അപ്പോൾ ആ തിരുവള്ളൂർ ടൗണിൽ കൂടെ യാത്ര ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ക്ഷേത്രത്തിലടുത്തേക്കുള്ള സ്ഥലത്തെത്തുന്നത്. നമ്മൾ ഏകദേശം എത്തിക്കഴിഞ്ഞു ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി ആ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനമാണ്. അത് ഞാൻ കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ഈ ജംഗ്ഷനിൽ തന്നെ നമുക്കിവിടെ കാണാം ശ്രീധൻ തിരുവള്ളൂർ നരസിംഹ ക്ഷേത്രം എന്നിവിടെ കാണാം. കാർക്ക് നിർത്തിയിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് അങ്ങോട്ടേക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാവരും വണ്ടികളൊക്കെ ഇവിടെ നിർത്തിയിട്ടിട്ടാണുള്ളത്. ഒരു മിനിറ്റ്, ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കട്ടെ. മറ്റവൻ്റെ കാറിനെ തട്ടിയിട്ടുണ്ടെങ്കിൽ അവരെന്നെ പറയും. ഈ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്. എനിക്കെപ്പോഴും ഒരു അയ്യപ്പനും ഒരു ചേച്ചിയും നടന്നു പോകുന്നു. എനിക്കെപ്പോഴും വളരെയധികം ഭയങ്കര മനസ്സിന് റിലാക്സേഷൻ തോന്നിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ക്ഷേത്രം.
നമുക്ക് എന്ത് അനുഗ്രഹവും ഈ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുമെന്നുള്ളതാണ്. ഒരു ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും ഈ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. വളരെ ചെറിയൊരു വഴിയാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ളത്. പക്ഷെ നിങ്ങൾക്ക് റോഡിൽ വെച്ച് കഴിഞ്ഞാൽ, വണ്ടി റോഡിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിർത്താം. ഇപ്പോൾ ഇവിടെ ഒരു സംഗീത പഠനം തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചെറിയ കുട്ടികൾക്ക് സംഗീത അധ്യാപനം കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നൊരു ക്ഷേത്രമാണ്. ഇപ്പോൾ ഞാനിപ്പോൾ വണ്ടി ഇവിടെ നിർത്തി ഈ ക്ഷേത്രത്തിലേക്കുള്ള ഒരു യാത്രയാണ്. നമുക്ക് ഗൈസ് കാണാം. വളരെ വളരെ നല്ലൊരു പ്രദേശമാണ്. എന്ന പോലെയല്ല, നമുക്ക് തന്നെ ഭയങ്കര വൈബായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. ഞാൻ ആ മൂർത്തിയിലേക്ക് ഈ വീഡിയോസ് ഞാൻ കൊണ്ടുപോകുന്നില്ല. പക്ഷേ ഇവിടെ പണികളൊക്കെ നടക്കുന്നുണ്ട് ഗൈസ്. അതായത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ബാക്കിയുള്ള തിടപ്പള്ളിയും കാര്യങ്ങളൊക്കെ പണികളൊക്കെ നടക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ചെറിയൊരു ക്ഷേത്രമാണ്. എന്നാൽ പോലും വികസനം ഉണ്ടാകുന്ന ക്ഷേത്രമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇവിടെ വന്നിട്ട് എല്ലാവരും ഇവിടെ എത്തുക. അതായത് ഭക്തന്മാർക്ക് എല്ലാവിധ പ്രസാദങ്ങളും നൽകുന്ന ഈ ദൈവത്തിലേക്ക് എത്തുക. ഞാൻ ഈ മൂർത്തിയിലേക്ക് കയറുകയാണ്. ഞാനിത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വിശദമായിട്ട് ചെയ്യുന്നതാണ്. ഈ വഴിപാടാണ് ഇവിടെ. പിന്നെ കിടാവിളൊക്കെ എണ്ണ വഴിപാടുണ്ട്. 1 ലിറ്റർ 200, 500, 100, 150, 500. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ കൗണ്ടർ. വളരെ വളരെ നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഈ ക്ഷേത്രത്തിൻ്റെ എന്ന് പറയുന്നത്. നമുക്ക് തന്നെ കാണാൻ പറ്റും. വളരെ പീസ്ഫുള്ളായിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് ഈ ക്ഷേത്രത്തിലുള്ള ശാന്തിയാണിത്. ഇദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് ഇദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ശാന്തിയുടെ പേര് പ്രണവ്. വീട് എവിടെയാണ്? മുയിപ്പോത്ത്. അതായത് ഈ മൂർത്തിയെ ആരാധിക്കുന്ന, ഈ മൂർത്തിയെ പൂജിക്കുന്ന ശാന്തിയാണിത്. ഇദ്ദേഹത്തിൻ്റെ ചൈതന്യവും നമുക്ക് ഈ ക്ഷേത്രത്തിൽ തന്നെ കാണാവുന്നതാണ്. അപ്പോൾ ഇവിടെ വളരെ ശക്തിയുള്ള ക്ഷേത്രമല്ലേ. ഈ ശക്തിയുള്ള ക്ഷേത്രം നമുക്ക് കേരളത്തിലെ എല്ലാ ആൾക്കാർക്കും വേണ്ടിയിട്ട് നമ്മൾ പറയുകയാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ നമ്മൾ വളരെയധികം ശുദ്ധിയോടുകൂടിയും വളരെ ഭക്തിയോടുകൂടിയും വരേണ്ടതാണ്. അപ്പോൾ ഹൃദയം കൊടുത്താൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു മൂർത്തിയാണ് ഇവിടെ ഉള്ളത്.